the best way to find out about a father or a mother is to look at the child. അതുകൊണ്ട് മാതാവിനെയും പിതാവിനെയും മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി സന്താനങ്ങളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. Right? So the first time I met Bashir ji, I was in Hindi, I'll say it. I told the guy who works with me, I said, "Isme dam hai. Isme dam hai." ബഷീർജിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തിന്റെ അകത്ത് മരുന്നുണ്ട് എന്ന്. Because you meet many politicians, you know. So I said, this fellow, he's a dynamic guy, strong guy. ഈ മനുഷ്യൻ വളരെ പ്രത്യുൽപ്പന്നമതിയാണ്, വളരെ ചലനാത്മകമായ വ്യക്തിത്വമുള്ള ആളാണ് എന്നും എനിക്ക് മനസ്സിലായി. Then after that, I think it was the assembly election where we did the road show. In the assembly election, we went on the road show. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഞങ്ങൾ റോഡ് ഷോക്ക് പോയി. Then I told the same guy who used to work in my office that, you know, this guy is quite close to the people. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരോടോ ഞാൻ പറഞ്ഞു, ഈ മനുഷ്യനെ ശ്രദ്ധിക്കണമെന്ന്. So he's a dynamic guy and he's close to the people. അദ്ദേഹം ജനങ്ങളുമായി വളരെ അടുപ്പത്തിലാണ്, വളരെ വളരെ ചലനാത്മകമായിട്ട് വർത്തിക്കുന്ന വ്യക്തിയാണ് എന്നും ഞാൻ പറഞ്ഞു. Then I said, I also suspect he's got a little bit of a bad temper sometimes. അതുകൊണ്ട് വേറെ വല്ല ഏർപ്പാടുമുണ്ടോ എന്ന് സംശയിക്കുന്ന അവസ്ഥയിലും ഞാൻ എത്തി. But why am I telling you this story? Because he's an imprint of his father. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്നാൽ അദ്ദേഹം പൂർണ്ണമായ അർത്ഥത്തിൽ തന്റെ പിതാവിന്റെ പ്രതിച്ഛായയാണ്. So if I want to understand his father, who I did not have the opportunity to meet, the best way to do it is to look at him. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവിനെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും പിതാവിനെ കാണാൻ അദ്ദേഹത്തിലേക്ക് നോക്കിയാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. And nothing can be hidden. ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. So it's an honor for me to come and release the book. Unfortunately, I can't read it because it's not in English or in Hindi. ഇവിടെ വന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചതൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നു. നിർഭാഗ്യവശാൽ അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അല്ലാത്തത് കൊണ്ട് എനിക്കത് വായിക്കാൻ സാധിക്കില്ല. But I would like to thank Haji ji for the work he did. He was a carpenter and he started as a carpenter, but I think all his life he built bridges between communities, between people, between ideas. ഞാൻ ബഹുമാനപ്പെട്ട സീതി ഹാജിയെ ആദരപൂർവ്വം അനുസ്മരിക്കുന്നു. വളരെ ലളിതമായ ജീവിതത്തിൽ നിന്ന് തുടങ്ങി മരങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തൊഴിലിൽ നിന്ന് ആരംഭിച്ച് അദ്ദേഹം സമുദായത്തെ കെട്ടിപ്പടുത്തു, സമൂഹത്തെ നല്ല നിലയിൽ സേവനം ചെയ്യുവാനുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകി, അതിലൂടെ അദ്ദേഹം രാഷ്ട്രീയമായ കർമ്മത്തിൽ മുന്നേറുകയും ചെയ്തു. And I think in a world today where everybody is busy breaking bridges, we need people like Haji ji who built bridges, had affection for other people. പലരും പാലങ്ങൾ തകർക്കുന്ന കാലത്ത്, സമൂഹത്തിലെ നിലനിൽക്കുന്ന പാലങ്ങൾ തകർക്കുന്ന കാലത്ത് സീതി ഹാജിയെ പോലെ പാലങ്ങൾ കെട്ടുന്ന വ്യക്തികളെ നമുക്ക് ആവശ്യമാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. And so there is a lot we can learn from him. അതുകൊണ്ട് അദ്ദേഹത്തിൽ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്.